വ്യക്തികളുടെ സമ്മതത്തോടെ ചിത്രീകരിച്ചതാണെങ്കിൽ പോലും അവരുടെ അനുവാദമില്ലാതെ സ്വകാര്യ ചിത്രങ്ങളോ വീഡിയോകളോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ ഇനി പിടിവീഴും. കർണാടക സർക്കാരാണ് ഇത് സംബന്ധിച്ച നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത്തരത്തിലുള്ള എല്ലാ കേസുകളിലും നിർബന്ധമായും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് കർണാടക സർക്കാർ പോലീസിന് കർശന നിർദ്ദേശം നൽകി. ഡിജിറ്റൽ സ്വകാര്യത ശക്തമാക്കുന്നതിനും ഓൺലൈൻ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവരെ സംരക്ഷിക്കുന്നതിനുമുള്ള തീരുമാനമാണിതെന്ന് കർണാടക IT മന്ത്രി പ്രിയങ്ക് ഖാർഗെ വ്യക്തമാക്കി. സ്വകാര്യ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കാൻ നൽകുന്ന അനുമതി അത് വിതരണം ചെയ്യാനുള്ള അനുമതി അല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച പുതിയ സ്റ്റാൻഡിംഗ് ഓർഡർ പ്രകാരം പ്രതികാര ലൈംഗികത, സെക്സ്റ്റോർഷൻ, സ്വകാര്യ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുള്ള ബ്ലാക്ക് മെയിലിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളിൽ കർണാടകയിൽ ഉടനീളമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉടനടി നടപടി സ്വീകരിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ അനുമതിയുണ്ടെങ്കിലും അത് അനധികൃതമായി പങ്കുവയ്ക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ക്രിമിനൽ കുറ്റമാണെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. വ്യക്തികളുടെ സമ്മതമില്ലാതെ സ്വകാര്യ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ റിവെഞ്ച് പോണോഗ്രഫി, സെക്സ്റ്റോർഷൻ, ബ്ലാക്ക്മെയിലിംഗ് വീഡിയോകൾ ഉൾപ്പെടെയുള്ള കേസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ നിർബന്ധമായും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് പ്രിയങ്ക് ഖാർഗെ പറഞ്ഞു. പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഭാരതീയ ന്യായ സംഹിത 2023, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്നിവയിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതിൽ BNS സെക്ഷൻ 77, IT ആക്ട് സെക്ഷനുകളായ 66E, 67, 67A എന്നിവ ഉൾപ്പെടുന്നു. ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് ഇരയായ വ്യക്തി മുൻപ് സമ്മതം നൽകിയിരുന്നു എന്ന കാരണം പറഞ്ഞ് പരാതികൾ നിരസിക്കാനോ വൈകിപ്പിക്കാനോ പാടില്ലെന്ന് അധികൃതർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പണം തട്ടൽ, ഭീഷണിപ്പെടുത്തൽ അല്ലെങ്കിൽ ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിക്കൽ എന്നിവ ഉൾപ്പെടുന്ന കേസുകളിൽ ക്രിമിനൽ ഭീഷണിയും പണം തട്ടലും സംബന്ധിച്ച അധിക വകുപ്പുകളും കൂടി ചുമത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സംഭവത്തിൽ തങ്ങളുടെ സ്റ്റേഷൻ പരിധി ഏതാണെന്ന് വ്യക്തതയില്ലാത്ത സാഹചര്യത്തിൽ പോലും ഉടൻ തന്നെ 0 FIR രജിസ്റ്റർ ചെയ്യാനും തുടർന്ന് കേസ് ഒട്ടും വൈകാതെ അനുയോജ്യമായ സ്റ്റേഷനിലേക്ക് മാറ്റാനും പോലീസ് സ്റ്റേഷനുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി സംരക്ഷിക്കുന്നതിനും ആക്ഷേപകരമായ ഉള്ളടക്കങ്ങൾ ഓൺലൈനിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനും ബ്ലോക്ക് ചെയ്യുന്നതിനുമുള്ള നടപടികൾ അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിക്കണം. ഇതിനായി സൈബർ ക്രൈം വിഭാഗങ്ങളുടെ സാങ്കേതിക സഹായം തേടാനും നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ ഇരയാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനും അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഒഴിവാക്കാനും പോലീസിന് നിർദ്ദേശമുണ്ട്. ഇരകളോട് മാന്യമായും സഹാനുഭൂതിയോടെയും വേണം പെരുമാറാനെന്നും ഉത്തരവിൽ പ്രത്യേകം പറയുന്നുണ്ട്. അവരുടെ വ്യക്തിത്വം രഹസ്യമായി സൂക്ഷിക്കണം. ഇരകളെ കുറ്റപ്പെടുത്തുന്ന രീതികൾ ഒഴിവാക്കണം. കൂടാതെ സാധ്യമാകുന്നിടത്തെല്ലാം വനിതാ ഇരകളുടെ പരാതികൾ വനിതാ ഉദ്യോഗസ്ഥർ തന്നെ രേഖപ്പെടുത്തണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ നൽകിയ സമ്മതം അത് പ്രചരിപ്പിക്കാനുള്ള സമ്മതമാണെന്ന തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ചയോ കാലതാമസമോ വരുത്തിയാൽ അത് ഗൗരവമായി കാണുമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തര വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.